ഹായ് ഓൾ. അഗ്രികൾച്ചർ സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അഗ്രികൾച്ചർ ഓഫീസർ എക്സാമിനേഷന് ശേഷം എഴുതാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു എക്സാമിനേഷൻ ആണ് സോയിൽ കൺസർവേഷൻ ഓഫീസർ. അതും ഓഫീസർ പോസ്റ്റ് തന്നെയാണ് ഇവിടെയും നിയമനം വരുന്നത്. ഇത് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിയമനം വരുന്നത്. ഈ ഒരു എക്സാമിനേഷന്റെ ഡേറ്റ് ഔദ്യോഗികമായിട്ട് കേരള PSC വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഈ വരുന്ന 8/9/2026 ഈ ഒരു എക്സാമിനേഷൻ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിനേഷന്റെ കൺഫർമേഷൻ കൊടുക്കേണ്ട തീയതിയും ഓൾറെഡി കേരള PSC പബ്ലിഷ് ചെയ്തിരിക്കുന്നു. അതായത് ഈ 12/7/2026 മുമ്പ് നമ്മൾ കൺഫർമേഷൻ നൽകണം. പലരും പല പരീക്ഷയ്ക്കും കൺഫർമേഷൻ നൽകാത്തത് കൊണ്ട് മാത്രം അപേക്ഷയിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെ ഈ കൺഫർമേഷൻ നൽകുക. നിങ്ങൾക്ക് ഫോണിലൂടെയും കൺഫർമേഷൻ നൽകാൻ പറ്റും, ലാപ്ടോപ്പിലൂടെയും കൺഫർമേഷൻ നൽകാൻ പറ്റും. പലപ്പോഴും അപേക്ഷിക്കാൻ നമുക്ക് ഫോണിലൂടെ പറ്റില്ല എന്നതുകൊണ്ടാണ് ഫോണിലൂടെ കൺഫർമേഷൻ നൽകാം എന്ന് ഞാൻ എടുത്തു പറഞ്ഞത്. ഇനിയും ഇതിന്റെ കാറ്റഗറി നമ്പർ പ്രകാരം എത്ര പേർ അപേക്ഷിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇവിടെ 540/2025 എന്ന ഈ നമ്പറിൽ കാറ്റഗറി ആപ്ലിക്കേഷനിൽ മൊത്തം ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കേവലം 4322 പേരാണ്. അതായത് വളരെ ചെറിയൊരു നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് മാത്രമാണ് ഈ ഒരു എക്സാമിനേഷന് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതായത് 4322 പേർ മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിരുത്തി പഠിച്ചാൽ നിങ്ങൾക്കും ഇതിലൊരു പ്ലേസിൽ എത്താൻ പറ്റും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഇതിന്റെ ഒരു സിലബസിന്റെ ഓവർവ്യൂ നോക്കാം. അതിൽ ആദ്യമായിട്ട് ക്രോപ്പ് പ്രൊഡക്ഷൻ 15 മാർക്ക്, സോയിൽ കൺസർവേഷൻ 20 മാർക്ക്, ക്രോപ്പ് പ്രൊട്ടക്ഷൻ 20 മാർക്ക്, ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് 30 മാർക്ക്, സോഷ്യൽ സയൻസ് 15 മാർക്ക്. ഇങ്ങനെയാണ് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ടോപ്പിക്കുകളെ അതിന്റെ മാർക്കിന്റെ വെയിറ്റേജ് അനുസരിച്ച് കൃത്യമായിട്ട് അസസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. മാത്രമല്ല നമുക്ക് സ്ട്രെങ്തൻ ആയിട്ടുള്ള മേഖലയിൽ ഫോക്കസ് കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ വീക്ക് ആയിട്ടുള്ള മേഖലകളും കണ്ടെത്തിയോടെ ഫോക്കസ് കൊടുക്കേണ്ടത് അനിവാര്യമാണ്. അതിനായിട്ട് സോയിൽ കൺസർവേഷൻ ഓഫീസറിന്റെ പഠനം കൃത്യമായ ദിശയിൽ മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മളൊരു വെബിനാർ നിങ്ങൾക്കായിട്ട് നൽകുകയാണ്. ഈ വെബിനാർ ജൂൺ 29 വൈകുന്നേരം 9:30 നമുക്കറിയാം ചെറിയ വ്യത്യാസങ്ങളുണ്ട് നമ്മുടെ വെയിറ്റേജിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വെയിറ്റേജിൽ എങ്ങനെ നിങ്ങൾ പഠിക്കണമെന്നും ഈ സിലബസ് എങ്ങനെ ഓവർകം ചെയ്യണമെന്നും ഇനിയുള്ള സമയങ്ങൾ എങ്ങനെയാണ് നമ്മുടെ പഠനത്തിൽ റാങ്ക് ഹോൾഡർ ആവാൻ വേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളതുമാണ് ഈ ഒരു വെബിനാറിൽ പ്രധാനമായിട്ടും നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഈ ഒരു സമയത്ത് കൊടുക്കുന്ന ഫോക്കസ് ആണ് നിങ്ങളെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെബിനാർ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഇപ്പോൾ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അത് നിങ്ങൾക്ക് ഈ ഒരു വെബിനാർ മിസ്സാവാതെ നിങ്ങൾ അപ്ഡേറ്റ് കിട്ടുന്നതിന് സഹായിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് സോയിൽ കൺസർവേഷൻ ഓഫീസറിന്റെ 60 ഡേയ്സിന്റെ ഒരു ബാച്ച് അവൈലബിൾ ആണ്. നമുക്കറിയാം ഇനി ചുരുങ്ങിയ ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഈ ദിവസം സിസ്റ്റമാറ്റിക് ആയിട്ട് ഉപയോഗിച്ച് പഠിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ബാച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളൊരു ബാച്ചിന് ജോയിൻ ചെയ്യുക. അത് നിങ്ങളുടെ റാങ്കിനെ വളരെയധികം എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിനും കോഴ്സിന്റെ വിശദവിവരങ്ങൾ അറിയുന്നതിനും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.